ശ്രീ ബി ഗോപാലകൃഷ്ണൻ 12+ ആണ് LDF പറയുന്നത്, 2020 ആണ് UDF പറയുന്നത്. എന്താണ് BJP പറയുന്നത്? തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും? പലരും എന്നോട് ഒക്കെ തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കുക, നിങ്ങൾ ആ ഗോപാലകൃഷ്ണനെ വിളിച്ചൊന്ന് ചോദിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അവസ്ഥ? ഞാൻ ഈ UDF പറഞ്ഞതും LDF പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു അനാലിസിസ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും, തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കും എന്നുള്ള കേവലമായിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിലെ കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അത് താങ്കൾ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്. തൃശ്ശൂരിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് വലിയ അനുകൂലമായ ഒരു ഓർഗാനിക്കായിട്ടുള്ള ഘടകമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 50,000 സ്ത്രീകൾ അവിടെ കൂടുതലായിട്ട് പുരുഷ വോട്ടർമാരേക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു ഓർഗാനിക്കായിട്ട് സുരേഷ് ഗോപിയോടൊരു താല്പര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ താല്പര്യം തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് നല്ല ഘടകമായി വരികയും സുരേഷ് ഗോപി ഒരു 12,000-നും 25,000-നും ഇടയിൽ ജയിക്കാനുള്ള സാധ്യതയാണ് താങ്കളുടെ ചോദ്യം എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ അനാലിസിസ് ഡിഫറൻ്റാണ്. എൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ 1965 ശേഷം കേരള രാഷ്ട്രീയത്തിൽ രൂപം കൊണ്ടുവന്നിട്ടുള്ള ഒരു മധ്യവർഗമുണ്ട്. അവർ പ്രത്യയശാസ്ത്രത്തെയും നേതാക്കളെയും വിശ്വസിച്ചുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ വോട്ട് എന്ന് പറയുന്നത് നേതാക്കളിൽ അവർ അമിതമായി വിശ്വസിച്ചിരുന്നു. അതുപോലെ അവർ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. അവർക്ക് എന്തു കൊടുത്താലും, വലിയ ഒരു മണിമാളിക വെച്ചു കൊടുത്താലും അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ നേതാവിലും അവരുടെ പ്രത്യയശാസ്ത്രത്തിലും ഉറച്ച് വിശ്വസിച്ച് വോട്ട് ചെയ്ത ആൾക്കാരാണ്. അതാണ് കേരളത്തിൻ്റെ 1965 ശേഷമുള്ള ഒരു അനാലിസിസ്, ഒരു പഠനം. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലായിരുന്നത് അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അടിയന്തരാവസ്ഥയുടെ വിഷയത്തിൽ പോലും, ആ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ ഇന്ത്യ മുഴുവൻ മാറിയപ്പോഴും കേരളം മാറിയില്ല. കാരണം ഇന്ദിരാഗാന്ധിയോടുള്ള അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ജനത. ഇത് EMSനോടുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോട് പലരോടും ഉണ്ടായിരുന്നു, അതുപോലെ പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസത്തോടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി, അഥവാ ഈ തെരഞ്ഞെടുപ്പിൽ ആ വർഗത്തിൻ്റെ, ആ മധ്യവർഗത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോടും നേതാക്കളോടും അമിത വിശ്വാസം പൂണ്ടിരുന്ന ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ അവസാനം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പെർസെൻറ്റേജ് വോട്ട് വർദ്ധിക്കാതെ പോയിട്ടുള്ളത്. അതേ സമയത്ത് 2014 അത് പ്രകടമായിരുന്നു. അതുകൊണ്ട് 2014 അത് പ്രകടമായതുകൊണ്ട് ശബരിമല വിഷയം വന്നിട്ടും CPMൻ്റെ വോട്ട് ഷെയറിൽ, അവരുടെ തനതായിട്ടുള്ള വോട്ട് ഷെയറിൽ വലിയ മാറ്റം ഉണ്ടായില്ല. എന്നാൽ അതേ സമയത്ത് UDF ഒരു തരംഗം പോലെ ഞടിക്കുകയും ചെയ്തു. അപ്പം ഈ 2019 എന്ന് പറയുമ്പോൾ, 2024 എന്ന് പറയുമ്പോൾ ഈ പാറ്റേണിലെ വോട്ടേഴ്സ് വോട്ട് ചെയ്തിട്ടില്ല. അതിന് 2 ഘടകമുണ്ട്. അതിലൊന്നാമത്തെ ഘടകം, ഇവർക്ക് 2 പേർക്ക് വോട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. അതാണ് ഒന്നാമത്തെ ഘടകം. കാരണം ജനങ്ങൾ കുറച്ചുകൂടെ ബോധവാന്മാരായിട്ട് കാര്യങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു തലമുറ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ആധുനിക സാങ്കേതികമായിട്ടുള്ള വിദ്യയുടെ ഫലമായിട്ട് എല്ലാ വിവരങ്ങളും, ഈ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താലും വലിയ പ്രയോജനമില്ല. അവർ 2 പേരും എന്തായാലും ഭരിക്കാൻ പോകുന്നില്ല. 2019 അതായിരുന്നില്ല. നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ ഒരു രാഹുൽ ഗാന്ധി യൂഫോറിയ ഉണ്ടാക്കിയിരുന്നു കേരളത്തിൽ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വരുമെന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ശരി. പക്ഷേ 2024 ആ കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വാക്കുകൂടി പറഞ്ഞാൽ നിർത്താം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ നേതാവിലും പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അതാണ് എൻ്റെ ഒരു നിരീക്ഷണം. രണ്ടാമത്തെ ഒരു നിരീക്ഷണം, ഒരു
പാരഡൈം ഷിഫ്റ്റ് ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർക്കാം. ഒരു പാരഡൈം ഷിഫ്റ്റ് കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ പാരഡൈം ഷിഫ്റ്റ് നമുക്ക് പ്രകടമാവും. ഇന്നലെ വരെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു നിന്നിട്ടുള്ള കക്ഷികൾക്കല്ലാതെ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത് BJPക്ക് അനുകൂലമായ ഒരു പാരഡൈം ഷിഫ്റ്റ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. BJP ഏത് കാരണവശാലും ഒരു 20% മുകളിലേക്ക് ഈ പ്രാവശ്യം വോട്ട് നേടുകയും 20% മുകളിലേക്ക് BJP വോട്ട് നേടുമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പല സർവേകളും BJPക്ക് 17% 12% വോട്ട് പറഞ്ഞിട്ടുണ്ട്. 20% മുകളിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ 2019 31,61,922 വോട്ട്, അതായത് 15.53% വോട്ടാണ് ഇന്ത്യക്ക് കിട്ടിയത്. ആ 15.53 നിന്ന് 5% വർദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സാധ്യമായ കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു യൂഫോറിയ ഇല്ലെന്ന് താങ്കൾ പറഞ്ഞു, BJPക്ക് അനുകൂലമായും ഇല്ലല്ലോ. വളരെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന, ഒരു തരംഗവുമില്ലാതെ കിടക്കുന്ന ഒരു ഇലക്ഷൻ അല്ലേ? അല്ല, അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വാസ്തവത്തിൽ ഒരു 20% വോട്ടിലേക്ക് BJP 2019 വരേണ്ടതായിരുന്നു. 2019 BJP ഈ പറഞ്ഞ 2019 BJP 20% വരാതെ പോകാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 5% വോട്ട് ഏതാണ്ട് BJPയുടെ ഒരു 5%ഓളം വോട്ട് പിണറായി വിജയനെ താഴെ ഇറക്കണമെന്ന നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അതിൽ BJP വോട്ടേഴ്സും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പിണറായി വിജയനെതിരായിട്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരായിട്ട് അതിശക്തമായ രൂക്ഷമായ ഒരു ജനവിധി ഉണ്ടായി. ആ ജനവിധി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയല്ല, രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ പ്രധാനമന്ത്രിയായി അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം മോദിയെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം മോദിക്കുണ്ടാവുകയും ഈ രണ്ട് കക്ഷികൾക്കും എതിരായിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയുമാണ്. വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നതിന്റെ സൂചനയാണ് BJP കണക്കുകളൊക്കെ വിലയിരുത്തിയതിനു ശേഷം പറയുന്നത്. ഓക്കെ.